ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ഫോണിന്റെ ലോക്ക് നമ്പറും പിടിച്ചു വാങ്ങി കവർച്ച നടത്തിയ സംഭവത്തിൽ 2 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന സ്വകാര്യ ഫോട്ടോകൾ സമൂഹമാധ്യമത്തിലൂടെ സംഘം പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. താനൂർ കോർമാങ്കടപ്പുറം ആൽബസാർ സ്വദേശി മൂസാന്റെ പുരക്കൽ സാദിഖ്, കേപ്പുരം പട്ടരുപറമ്പ് സ്വദേശി പാലരി ഫാസിൽ എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആലത്തിയൂരിലെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിനോട് സുഹൃത്തിനെ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഫോൺ വിളിച്ച് കിട്ടാതെ വന്നതോടെ തോക്ക് ചൂണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും മൊബൈലിന്റെ നമ്പർ ലോക്ക് വാങ്ങുകയും ചെയ്ത ശേഷം ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് പ്രതികൾ മൊബൈലിലുണ്ടായിരുന്ന സ്വകാര്യ ഫോട്ടോകൾ യുവാവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. അറസ്റ്റിലായ സാദിഖിന്റെ പേരിൽ താനൂർ, പരപ്പനങ്ങാടി, തേഞ്ഞിപ്പാലം എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ പി മേപ്പള്ളിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സബ് ഇൻസ്പെക്ടർമാരായ സുജിത്ത്, നസീർ തിരൂർക്കാട്, SI സനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇന്ദ്രജിത്ത്, ഷമിത് ലാൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി, അനന്തു, ഷിൻസൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്.